ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു ഹോസ്പിറ്റൽ ബാഗിൻ്റെ ഒരു ചെറിയ സെഗ്മെൻറ്റ് മാത്രമാണിത്. അത്യാവശ്യമുള്ള ന്യൂ ബോൺ എസെൻഷ്യൽസ് എന്താണെന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ് എല്ലാവർക്കും. ഈവൻ ഞങ്ങൾക്ക് പോലും ഇവിടെ എങ്ങനെയാണ് എന്താണെന്ന് ഡൗട്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഒരു ബേബി ക്യാരി ബാഗ്, ഇതൊക്കെ നമ്മുടെ കംഫോർട്ട് അനുസരിച്ച് സ്വാഡിൽ ക്ലോത്ത് മതി എന്നുള്ളവർക്ക് അത് മതി. കുറച്ചുകൂടെ കംഫോർട്ടബിളാണ്, കാരണം നമുക്ക് പേരൻസ് രണ്ടുപേർക്കും ഒരുപോലെ പെയിനൊക്കെ ഉള്ളപ്പോൾ കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ വേണ്ടി അത് ഈസിയാണ് കേട്ടോ. അതുപോലെ ബേബിയുടെ സൈസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നല്ല കോട്ടൺ ഡ്രസ്സ് കേട്ടോ. ഇന്നറും ഔട്ടറും വേണം ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച്. അതുപോലെ ടവൽസ്, സ്വാഡിൽ ക്ലോത്ത് 2 or 3 ബേസ്ഡ് ഓൺ ഇത് കംഫോർട്ട് കേട്ടോ. സോഫ്റ്റ് മെറ്റീരിയലാണ് ഏറ്റവും നല്ലത്. പിന്നെ കുഞ്ഞിന് സ്കിൻ ഒരുപാട് ഡെലിക്കേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാം വാഷ് ചെയ്ത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം. നമ്മളെല്ലാം തന്നെ വാഷ് ചെയ്താണ് കൊണ്ടുപോയത്. ഇത് വാങ്ങിയപ്പോൾ എടുത്തൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. പിന്നെ ബിബിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. കുഞ്ഞുങ്ങൾക്ക് ഡ്രോളിങ് ന്യൂ ബോൺസിന് വരാറില്ല. നമുക്ക് മെയിനായിട്ട് ക്യാപ്സും മിറ്റൻസും സോക്സും ഒക്കെ എടുക്കണം, ക്ലൈമറ്റ് റിലേറ്റ് ചെയ്ത്. പിന്നെ ഡയപ്പേഴ്സൊക്കെ നമ്മൾ വലിയൊരു പാക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് അൺനെസസറി ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ കിടക്കുന്ന സമയത്ത് എടുത്ത് കൊടുക്കുന്നവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. മെയിനായിട്ടും ബേബിയുടെ കെയർ ആ സമയത്ത് അവരാണ്, അപ്പോൾ അവിടെ നിന്ന് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. പോരാൻ നേരത്തെ ഡിസ്ചാർജിന് ശേഷം മാത്രം നമുക്ക് ഡയപ്പേഴ്സൊക്കെ മതി. CS ആണെങ്കിൽ ഇതിൻ 3 days, നോർമൽ ഡെലിവറി ആണെങ്കിൽ ഇതിന് 24 hours വരെ ഡിസ്ചാർജ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാർക്കെങ്കിലും ഇനി പോകാനുള്ളവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഈ സെഗ്മെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബേബിക്ക് ഒരുപാട് ക്രീംസ്, ലോഷൻസിനൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആ സമയത്തൊന്നും ഒരു ചെറിയൊരു ക്രീമിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ഇത്ര ഐറ്റംസാണ് മെയിനായിട്ട് ബേബിക്ക് വേണ്ടത് കേട്ടോ.